അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച ഫ്ലവർ ഷോ ആണ് കാണിക്കുന്നത്. പോലീസ് മൈതാനത്തിലാണ് നടക്കുന്നത്. പിന്നെ 60 റുപ്യ എൻട്രി ഫീസാണ്. അപ്പം കാർ പാർക്കിങ്ങിന് പൈസ നമ്മുടെ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ വിശാലമായ സൗകര്യത്തിലാണ് ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുള്ളത്. ജനുവരി 16 മുതൽ 27 തീയതി വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത്. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോളാം. കാണാനും വാങ്ങാനും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ചെടികളും പിന്നെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. കയറി ഉടനെ തന്നെ കുറച്ച് അക്വേറിയം കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 50-60 വർഷമൊക്കെ പഴക്കമുള്ള ബോൾസൈ ചെടികളാണ്. ഇതൊക്കെ കാണാൻ നല്ലൊരു രസമാണ്. ഫ്ലവർ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടു നിൽക്കാൻ നല്ലൊരു രസമാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പ്രത്യേക സ്ഥലം ഇവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പല വിധത്തിലുള്ള കടലാസ് പൂക്കൾ, പിന്നെ ഓർക്കിഡ് ചെടികളെല്ലാം ഉണ്ട്. പിന്നെ ഇന്നലെ തന്നെ അവർ ചെടികൾക്കൊക്കെ കുറഞ്ഞ പൈസക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് പോയാൽ അതിലും കുറച്ചും കൂടി കുറഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. പിന്നെ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പിലാവ്, പിന്നെ മാവ്, അങ്ങനെയുള്ള പല വെറൈറ്റി ഫലവൃക്ഷങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും പല മത്സരങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പോയപ്പം ഉണ്ടത് ഓലമടയിൽ മത്സരമായിരുന്നു. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും വീഡിയോ കണ്ടിട്ട് അതും കൂടി ചെയ്യണം. ചെറിയ വിലക്ക് ചെടിച്ചട്ടികൾ കിട്ടും. പിന്നെ മൺപാത്രങ്ങളും ഉണ്ട്. നമുക്കെന്നാൽ ഇതെല്ലാം ഒന്ന് കാണാം. ഇനി അങ്ങോട്ട് ഓലമടയിൽ മത്സരത്തിൻ്റെ വീഡിയോ ആണ്. അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് എൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. നമ്പർ മത്സരം കഴിഞ്ഞതിന് ശേഷം ഓലയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് കാവിട്ട് പുറത്ത് പോകണം. ആദ്യത്തെ വിസിലോടുകൂടി ഓലമടയിൽ മത്സരം ആരംഭിക്കാം. അവസാനത്തെ വിസിലോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 45 വീതം ഓലക്കാലുകൾ ഓരോന്നിലും ഉണ്ടായിരിക്കും.